അതെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ജോയിൻ വിത്ത് us. സ്പീക്കർ അക്കാദമി, തിരുവില്ലാമല റോഡ്, പയ്യന്നൂർ. കഠിനം വേണ്ട, നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി. യെസ്, നൗ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ്, interview skills training, leadership development, and much more to help you speak English fluently and confidently. Our contact number 9497585692. Welcome to all. Bye. സേവാഭാരതി കൊണ്ടാഴിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സാന്ത്വന സ്പർശം റീഹാബിലിറ്റേഷൻ തെറാപ്പി സെന്റർ മുൻ ചീഫ് സെക്രട്ടറി EK ഭരദ്ഭൂഷൺ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കൊണ്ടാഴിയുടെ നേതൃത്വത്തിൽ K. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ ആരംഭിച്ച സാന്ത്വന സ്പർശം റീഹാബിലിറ്റേഷൻ തെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മുൻ കേരള ചീഫ് സെക്രട്ടറി EK ഭരദ്ഭൂഷണാണ് പുനരധിവാസ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കൊണ്ടാഴി യൂണിറ്റ് പ്രസിഡന്റ് കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാപനത്തിനായി സ്ഥലം വിട്ടു നൽകിയ ഡോക്ടർ U. നന്ദകുമാറിനെ ആദരിച്ചു. ദേശീയ സേവാഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീരാം ശങ്കർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഒരു ചെറുപ്പക്കാർ 10-18 വയസ്സായ കുട്ടിയെ മുടി ചീന്താൻ പഠിപ്പിക്കാൻ വേണ്ടി ചീർപ്പ് കൊടുത്തിട്ട് ഇത് ചീന്താൻ ശ്രമിക്കുന്നു. ആ PG അവിടുന്ന് വളരെ മെനക്കെട്ട് ചെയ്യുന്നു, കുറേ ചെയ്യുന്നു. അതിൻ്റെ ചോദിച്ചു, എന്താണെങ്കിലും വൈകി വന്നുവല്ലോ, ഈ പേഷ്യൻ്റ് what is the chance that this patient will be normal or the patient will be able to do this independently? ഒറ്റയ്ക്ക് ഈ കാര്യം ചെയ്യാൻ ഈ പേഷ്യൻറ്റിന് എന്താണ് സാധ്യത എന്ന് ചോദിച്ചു. അപ്പോൾ ആകെയുള്ളൊരു പരിഭ്രമത്തിലും എൻ്റെ അന്നത്തെ ലിമിറ്റഡ് ഒരു 3rd ഇയറുകാരൻ്റെ ഒരു പരിമിതിയിലൊക്കെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു 40% ചാൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ HOD ആദ്യം പറഞ്ഞു, ദെൻ യു ഡോണ്ട് ഡിസേർവ് ടു ബി ഹിയർ. ഇയാൾ ഇങ്ങോട്ട് വരണ്ട, കാരണം ഇവിടുത്തെ റീഹാബിലിറ്റേഷൻ്റെ ഉദ്ദേശം 100% റിക്കവറിയാണ്. ഈ കുട്ടി ഈ കൈ ചീന്ത എന്നുള്ളതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ. ഡോക്ടർ PV മനോജ്, വാർഡ് മെമ്പർ K. സുഭദ്ര, ദേശീയ സേവാഭാരതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഋഷിൻ സുമൻ, ഡോക്ടർ പ്രതീഷ്, പഴയന്നൂർ ഖണ്ഡ് സഹകാര്യവാഹ് ജയകൃഷ്ണൻ, അനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മൾ ഓരോരുത്തരും ആ രാഷ്ട്രത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്ന, നേരത്തെ ഡോക്ടർ ഋഷിൻ സുമൻ പറഞ്ഞ പോലെ സ്വയം സേവകരും സേവാഭാരതീയരുമാണ്. അതിനപ്പുറം മറ്റൊന്നുമല്ല. നമ്മുടെ കർത്തവ്യമാണ്. അതാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടച്ചു വെച്ച ഫയലുകൾ തുറക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതാവുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ നിൽക്കുന്നത്. കൊണ്ടാഴി മേഖലയിലെ നിരാലംബരായ രോഗികൾക്ക് വലിയൊരു ആശ്വാസമായി മാറുന്ന ഈ കേന്ദ്രത്തിൽ വിപുലമായ ചികിത്സാ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വിഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളെ കൂടെ ചേർത്ത നമ്മളുടെ നന്ദകുമാർ സാർ, അദ്ദേഹത്തിന്റെ ആ ഭാവിയിലുള്ള വിഷൻ കൊണ്ടാഴി സേവാഭാരതി യൂണിറ്റ് പരമാവധി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് അറിയിക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അതുകൂടാതെ ഇവിടെ സ്വാഗതം പറഞ്ഞ സതീഷ് AK, അദ്ദേഹം സേവാഭാരതി കൊണ്ടാഴി യൂണിറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ പദ്ധതി എന്താണ് എന്ന് നമ്മുടെ ജനങ്ങളിലേക്ക് വളരെ നല്ല രീതിയിൽ വിശദീകരിക്കുകയും സേവാഭാരതി എല്ലാ യൂണിറ്റുകളുടെയും പ്രവർത്തനം എന്താണ് എന്നുള്ളത് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ഡോക്ടർ ശ്രീരാം ശങ്കർ, അദ്ദേഹത്തിനും നമ്മൾ എൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ അധ്യക്ഷ ശ്രീമതി VS കൃഷ്ണകുമാരി ടീച്ചർ കൊണ്ടാഴി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് CCV.